മഞ്ഞൂസ് ബെസ്റ്റീസിന്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയ സർപ്രൈസ് വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ്. ഫോർ ബെസ്റ്റീസ് ആൻഡ് ഫാമിലീസ് ഞങ്ങളൊരു ഹോളിഡേസിന് പോവാണ്. ഹോളിഡേസ് എവിടെ എങ്ങനെ എന്നൊക്കെയുള്ളത് വഴിയെ നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും. പക്ഷെ ബിഫോർ ദാറ്റ് നമുക്ക് ഷോപ്പിംഗ് ഒരു മാൻഡേറ്ററി ആണ് അല്ലേ? അപ്പം നമുക്ക് ഷോപ്പിങ്ങിലേക്ക് പോവാം. അപ്പം നമ്മുടെ ഈ യാത്രയിൽ ഉള്ള ഓരോ സ്റ്റെപ്പിലും ഞങ്ങളുടെ കൂടെ നിങ്ങളും ഉണ്ടാവും. അങ്ങനെ ഞങ്ങള് ലിവിങ്സ്റ്റൺ സെന്ററിൽ ഷോപ്പിംഗ് മോളിൽ എത്തി. മഞ്ജു ആൻഡ് പാറു H&Mലേക്ക് പോവാണ്. പാറുവിന്റെ പിള്ളേർക്ക് എന്തൊക്കെയോ വാങ്ങാനുണ്ടെന്നാണ് ഞങ്ങൾ സെലക്ട് ചെയ്യാണ്. ഓരോന്നെടുത്ത് പാറുവിനെ കാണിക്കുന്നു, ഇഷ്ടമായോ ഇല്ലയോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഞങ്ങള് H&Mല് ഷോപ്പിങ്ങിലാണ്. ഈ ഡ്രസ്സ് നല്ല രസമുണ്ടല്ലേ ചേച്ചി? ഓമിക്ക് നല്ല മാച്ചാണ് അല്ലേ? നോക്ക്, നാർവിന് സ്യൂട്ട്. നമുക്കിത് ഫോർമൽ ഡ്രസ്സിന് ഈവനിങ് പാർട്ടീസിനൊക്കെ യൂസ് ചെയ്യാം. പാന്റും ഷർട്ടും ഒപ്പം ഒരു ലൈറ്റ് കളർഡ് ഷർട്ട് ആണെങ്കിൽ കുറച്ചും കൂടെ മാച്ചിങ് ആയിരിക്കും. നമുക്കിതിന് വൈറ്റ് ആയിട്ടൊരു നമുക്ക് വൈറ്റ് ഷർട്ട് ചൂസ് ചെയ്യാം. ഓഫ് കോഴ്സ് ഇറ്റ്സ് നൈസ് അല്ലേ ചേച്ചി? ഓഫ് കോഴ്സ് ഭാരത് നന്നായിട്ടുണ്ട്. അത് നമുക്ക് നൈറ്റ് പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യാം. ലൈറ്റ് കളർ ആണെങ്കിലും ഇറ്റ്സ് ആൻ എലഗന്റ് ലുക്കിംഗ്. നമുക്കത് എടുക്കാം. പാറു അത് സെലക്ട് ചെയ്തു. അപ്പൊ എനിക്ക് ഒരു പേരും കൂടെ വേണം ചേച്ചി. നമുക്ക് ഒരു ബീച്ച് കളർ, അത് നൈസാണ്. നാർവിനില്ല. ഒബ്വിയസ്ലി ഇത് ഫോർമൽ ഡ്രസ്സിന് കോമ്പിനേഷൻ. അപ്പൊ ഇതിനൊരു ഡാർക്ക് കളർഡ് ഷർട്ട്, ഒരു ഡാർക്ക് നൈസ് ആയിട്ടുള്ള അത് നല്ല കോമ്പിനേഷനാണ്. അങ്ങനെ കിഡ്സിന്റെ കഴിഞ്ഞു. ഇനി ജയമോളെ നമുക്കുള്ളത് നോക്കാം അല്ലെ? നമുക്ക് ക്യൂസിൽ പോകാം. ലിവിങ്സ്റ്റണിൽ നല്ലൊരു ഷോപ്പാണ് ക്യൂസ് ഇവിടെ ഉള്ളത്. അവിടെ ഉണ്ട്, കുറെ പാർട്ടിവേഴ്സും ഉണ്ട്. അങ്ങനെ ഇഷ്ടപ്പെട്ടു നമ്മൾ കുറച്ച് ചൂസ് ചെയ്തു. നെക്സ്റ്റ് ഞാനും പാറും കൂടെ ഒന്ന് ഹെയർ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് ലിവിങ്സ്റ്റണിൽ തന്നെ ഉള്ളതാണ്. ഡിഫറെന്റ് സ്റ്റൈലുകൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനാണ് നമ്മുടെ ഫേസിന് ഏതാ മാച്ച് ആകുന്നതെന്ന്. അങ്ങനെ ഞങ്ങൾ ട്രൈ ചെയ്തു. അങ്ങനെ അവിടെ ഹെയർ സ്റ്റൈൽസിന് ശേഷം ഞങ്ങൾ വേറെ അടുത്ത ഷോപ്പിലേക്ക്, റിവർ ഐലൻഡിലേക്ക് പോയി. വേറെ പാർട്ടി ഡ്രസ്സുകൾ കിട്ടുമോ ഇല്ലോ എന്ന് അറിയാനായിട്ട് ഞങ്ങൾ അവിടെ കുറെ ഡ്രസ് ട്രൈ ചെയ്തു. ഞാനും പാറും ഒരേപോലത്തെ ഡ്രസ്സ് ട്രൈ ചെയ്ത് നോക്കി. അതിന്റെ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. ഞങ്ങൾക്ക് സ്യൂട്ടായിട്ട് തോന്നി, ഞങ്ങളത് പർച്ചേസ് ചെയ്തു. അങ്ങനെ റിവർ ഐലൻഡിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ അങ്ങനെ ഷോപ്പിംഗ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഞങ്ങളുടെ ഷോപ്പിംഗ് ഏകദേശം തീരാറായി. ഞങ്ങൾ ഉടനെ തന്നെ ക്ലോത്തിങ് ഷോപ്പിംഗ് അവസാനിപ്പിച്ച് ഞങ്ങളൊരു കോഫി പിടിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഞങ്ങളങ്ങനെ കോഫിയും കേക്കും ഒക്കെ കഴിച്ച് വി ഹാഡ് എ ഗുഡ് ടൈം ടുഗെദർ അഗെയിൻ. ഒപ്പം ഞങ്ങൾ കുറച്ചും കൂടെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും ഫ്യൂച്ചർ ഹോളിഡേസിനുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് പ്ലാൻ ചെയ്തു. അങ്ങനെ ഇന്നത്തെ ഷോപ്പിംഗ് എല്ലാം വൈൻഡപ്പ് ചെയ്തു. ഇനി നമ്മൾ വേറെ ദിവസത്തേക്ക് റീപ്ലാൻ ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് ഷോപ്പിംഗ് അല്ലാതെ നമ്മൾ കുറെ ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇത് റെഡ് ഡ്രസ്സാണ്. നമ്മൾ വാലന്റൈൻസിന് വേണ്ടി പ്ലാൻ ചെയ്തതാണ്. ഇത് ബ്ലൂ വൺ, അതും ഓഫ് കോഴ്സ് ഡിന്നർ ടൈമാണ്. ഇത് ഡേ ടൈമിൽ യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ്. ട്രൈ ചെയ്ത് നോക്കി, ഓക്കെയാണ്. ഇതും ഓഫ് കോഴ്സ് ഡേ ടൈമിലാണ്. ഞാൻ കുറച്ച് ഡ്രസ്സുകൾ ഇങ്ങനെ മാറി മാറി ഇട്ട് നോക്കി. കുറെ ഡ്രസ്സൊക്കെ എനിക്ക് ശരിക്കും സ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അതെല്ലാം കീപ്പ് ചെയ്തു. പിന്നെയും കുറച്ചും കൂടെ ഒക്കെ ഓർഡർ ചെയ്തു. ഇതും എനിക്ക് കുറെ ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ്. ഇതെൻ്റെ റെഡ് വൺ. പിന്നെ ഇത് വൈറ്റ് വൺ. വി ഹാവ് എ വൈറ്റ് പാർട്ടി ഉണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒക്കെ കൺവീനിയന്റ് ആണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഡ്രസ്സാണിത്. പിന്നെ ഡ്രസ്സൊക്കെ ഒരുവിധം സോർട്ട് ആയതിനു ശേഷം ഞങ്ങൾ കുറച്ചും കൂടെ ബ്യൂട്ടി കോൺഷ്യസ് ആയി. അപ്പം ഞാനും ജയമോളിച്ചയും കൂടെ നെയിലൊന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നെയില് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇഷ്ടപ്പെട്ട കളറും ചൂസ് ചെയ്ത് ഞങ്ങൾ ഹാപ്പിയാണ്. അവിടെ ഒരു 1 hour സ്പെൻഡ് ചെയ്തു നെയിലൊന്ന് കംപ്ലീറ്റ് ഫിനിഷ് ആകാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് ജയമോളിച്ചയാണെങ്കിൽ ഐബ്രോസ് ഒക്കെ സെറ്റ് ചെയ്തു. ചേച്ചിയുടെ ഐബ്രോസ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇന്നത്തെ ഷോപ്പിംഗ് എല്ലാം ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്തു. ഇനി നമുക്ക് പാക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഏളി തന്നെ ഇവിടുന്ന് ഇറങ്ങി. പാക്കിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഒത്തിരി തുണികളും സാധനങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് വെയിറ്റ് ഒക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ അതനുസരിച്ച് തന്നെ എല്ലാം ഓർഗനൈസ് ചെയ്തു. ഇപ്പം വാക്വം ബാഗിലാണ് നമ്മൾ എല്ലാം ഓർഗനൈസ് ചെയ്തത്. വാക്വം ബാഗ് യൂസ് ചെയ്തത് കൊണ്ട് നമുക്ക് ഒത്തിരി സ്പേസ് കിട്ടി. അപ്പം കുറച്ചും കൂടെയൊക്കെ ഷൂസും കാര്യങ്ങളും ഒക്കെ നമുക്ക് കൂടുതൽ ആഡ് ചെയ്യാൻ പറ്റി. എങ്കിലും വെയിറ്റ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ബാഗിൽ ഒരു ലഗേജിൽ 23 കിലോയെ മാക്സിമം അലൗഡ് ഉള്ളൂ. പക്ഷേ നമ്മൾ കുറച്ചും കൂടെയൊക്കെ ഒരു 23-25 മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. സ്യൂട്ട്സ് ഒക്കെ ആണെങ്കിലും നമുക്ക് ഫ്ലാറ്റായിട്ട് അങ്ങനെ ചെയ്തതുകൊണ്ട് തന്നെ സ്പേസ് കുറച്ചും കൂടെയൊക്കെ കൺവീനിയൻ്റ് ആയിട്ട് കിട്ടി. പിന്നെ നമുക്ക് ബാക്ക് പാക്കും ഒപ്പം നമുക്ക് മെഡിക്കേഷനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എസെൻഷ്യൽ ആയിട്ടുള്ള
ഫസ്റ്റ് എയ്ഡ് മെഡിക്കേഷൻസ്, പിള്ളേർക്കുള്ള മെഡിസിൻ, പാച്ച്, പാരസിറ്റമോൾ, അങ്ങനെയെല്ലാം നമ്മൾ കരുതിയിട്ടുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് ജ്വല്ലറീസും കാര്യങ്ങളും ഒക്കെ നമുക്ക് വൈറ്റിലാണല്ലോ, അതൊന്നും ഒഴിവാക്കാൻ പറ്റാത്ത ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ അത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷൂസും കാര്യങ്ങളും എല്ലാം ഒരുവിധം നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. എസെൻഷ്യൽ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും തന്നെ നമ്മൾ ലഗേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഒന്നും മിസ്സായിട്ടില്ല. ഇതാണ് നമ്മുടെ ടിക്കറ്റ്. ഇത് നമുക്ക് ട്രാവലിന് മുമ്പ് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഒപ്പം ഇതിൻ്റെ കൂടെ ലഗേജ് ടാഗ് സെപ്പറേറ്റ് പ്രിന്റ് ചെയ്ത് നമ്മളത് ലഗേജിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക പാക്കറ്റ് ആമസോണിൽ നിന്ന് വാങ്ങിക്കേണ്ടതാണ്. അത് വാങ്ങിച്ച് ഇത് നമ്മൾ കട്ട് ചെയ്ത് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. ഇത് ഇതിനകത്തൊരു മാൻഡേറ്ററി ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. നമ്മൾ നോർമൽ ട്രാവലിങ്ങിൽ നമുക്കിത് അത്യാവശ്യമല്ല, പക്ഷെ നമ്മൾ ഈ പോകുന്ന ഈ ഹോളിഡേയ്സിൽ നമുക്കിത് അത്യാവശ്യമാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സ്ട്രിങ് വരുന്നുണ്ട്, ഇത് അറ്റാച്ച് ചെയ്ത് നമ്മുടെ ലഗേജിൽ പിൻ ചെയ്ത് വെക്കേണ്ടതാണ്. അങ്ങനെ ലഗേജ് ടാഗ് ഒക്കെ സെറ്റാണ്. ഇനി നമുക്ക് ഓരോ ലഗേജിലും ഇത് സെറ്റ് ചെയ്ത് എല്ലാ ലഗേജിലും ഇത് സെറ്റാക്കി വെച്ചിട്ട് അങ്ങനെ ലഗേജും പാക്കിങ്ങും എല്ലാം കംപ്ലീറ്റ്ലി സെറ്റ്. അങ്ങനെ നമ്മുടെ ഹോളിഡേയ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഞങ്ങൾ വെളുപ്പിന് രാവിലെ ഇപ്പോൾ 5 മണി ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ജമുലേച്ചി, മഞ്ചേച്ചി, ലിഞ്ചേച്ചി എല്ലാവരും ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളുടെ ഈ ചെറിയ ഹോളിഡേ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഞങ്ങളോടൊപ്പം നിങ്ങളും ഉണ്ടാവും. അങ്ങനെ ഞങ്ങളുടെ ഈ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. ഇപ്പം രാവിലെ 5:30 ഞങ്ങൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഗ്യാതറിംഗ് ആയിട്ടുണ്ട്. ഇവിടുന്ന് ഞങ്ങൾ പോവുകയാണ്. ഇവിടുന്ന് ഒരു 8 hours ഡ്രൈവിംഗ് ഉണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും കാറിനാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നത്. ലോങ് ജേർണിയാണ്. പ്ലാൻ അനുസരിച്ച് ഞങ്ങൾ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ ട്രാവൽ ചെയ്ത് തുടങ്ങിയിട്ട് ഇവിടെ മോർണിംഗ് വെളിച്ചം വന്നു തുടങ്ങി, സൺറൈസ് ആയി തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും വിശന്ന് തുടങ്ങി. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തുടങ്ങി ഫുഡൊന്നും ഇല്ലെന്ന്. അതാണ് ഞങ്ങൾ ഇവിടെ ഒരു ചെറിയൊരു ബ്രേക്ക്, മോർണിംഗിൽ ചെറിയൊരു ബ്രേക്ക് ഈ ഫാം ഹൗസിൽ കയറി എന്തെങ്കിലും കുക്ക്ഡ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. കുക്ക്ഡ് ആകുമ്പോൾ എല്ലാവർക്കും നല്ല ഫ്രഷ് ആയിട്ട് തോന്നും. അതാണ് കുക്ക്ഡ് ബ്രേക്ക്ഫാസ്റ്റിന് പ്ലാൻ ചെയ്തത്. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ എല്ലാവരും അവനവന് ഇഷ്ടമുള്ള സാധനങ്ങളാണ് ചൂസ് ചെയ്ത്. നല്ലതായിരുന്നു. അതായത് ബേക്കൺ റോള്, ടോസ്റ്റ് വേണ്ടവർക്ക് ടോസ്റ്റ്, സീരിയൽ വേണ്ടവർക്ക് അങ്ങനെയും കഴിക്കാം. അങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഫ്രഷ് ആയി. അങ്ങനെ ഇവിടെ കുറെ സമയം ഞങ്ങൾ മീൻസ് ഒരു 1 hour ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അധികം സമയം നമുക്ക് അങ്ങനെ സ്പെൻഡ് ചെയ്യുന്നില്ലായിരുന്നു, കാരണം നമുക്ക് ഒരു 8 hours ഡ്രൈവിംഗ് ഉള്ളത് കാരണം ഒരു 1 hour സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഫ്രഷ് ആയി ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി. അങ്ങനെ നേരത്തെ ഇറങ്ങിയത് കാരണം അധികം ട്രാഫിക് ഒന്നും കിട്ടിയില്ല. ഇന്നിപ്പം നല്ല വെതറുമാണ്, തണുപ്പും അങ്ങനെ വലിയ അങ്ങനെ തണുപ്പൊന്നും ആയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഹോളിഡേ ഇന്നിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. ഓവർനൈറ്റിൽ നമ്മളത് നേരത്തെ ബുക്ക് ചെയ്തായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒന്ന് റൂമുകളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുകയാണ്. ഞങ്ങളിപ്പം ഞാനും പാറും കൂടി ജെയ്മോളുടെ റൂമിലോട്ട് പോവുകയാണ്. അവർ റെഡി ആയിട്ടുണ്ടോ എന്ന് അറിയില്ല, അവർ സെറ്റിൽ ആയോ എന്ന് അറിയില്ല. ജസ്റ്റ് എന്നാണെങ്കിലും ഒന്ന് പോയി നോക്കാം അവിടെ എന്താണ് അവർ റെഡി ഒക്കെ ആയോ ഇല്ലയോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. റൂം തപ്പി നമ്പർ തപ്പി കണ്ടുപിടിക്കാനുള്ള ഇതിലായിരുന്നു. പക്ഷേ കറക്റ്റ് റൂം തന്നെ കണ്ടു കിട്ടി. അങ്ങനെ അവർ റെഡിയായി. ഇനി ഞങ്ങൾ താഴെ ജസ്റ്റ് ഡൗൺ സ്റ്റെയറിലേക്ക് ഒന്ന് പോയി ഒന്ന് കറങ്ങി കാണാമെന്ന് വിചാരിച്ചു. പിന്നെ ഓവർനൈറ്റിൽ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ. ഞങ്ങൾ ഗേൾസ് എല്ലാം കൂടെ കൂടി ജസ്റ്റ് ഒരു റീൽസ് ഒക്കെ ചെയ്ത് 1-2 റീൽസ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ യാത്രയൊക്കെ കഴിഞ്ഞ് റൂമിൽ വന്ന് സെറ്റായി. ഞങ്ങളുടെ ഫൺ ടൈമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഡിന്നർ സമയമായി എന്ന് എല്ലാവരും പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ഡിന്നർ കഴിക്കാനായിട്ട് തൊട്ടടുത്തുള്ളൊരു മെക്ഡൊണാൾഡ്സിൽ പോയി ഞങ്ങൾ എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള ഡിന്നർ സെറ്റാക്കി. അപ്പോൾ നമ്മുടെ ഡിന്നറൊക്കെ സെറ്റായി. നാളെ മോർണിംഗ് തന്നെ നമുക്ക് ഹോളിഡേ ഡെസ്റ്റിനേഷനിലേക്ക് പോകേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സൈനിങ് ഓഫ് ഫ്രം മല്ലു ബെസ്റ്റീസ്. സ്റ്റേ ട്യൂൺ. ബൈ.